എല്ലാ കൂട്ടുകാരെയും ഓണാശംസകളോടെ ആരതി ക്രിയേഷൻസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഒരു ബോട്ടിലാട്ടാണ്. ഡിഷ് വാഷിൻ്റെ ബോട്ടിലാണിത്. ഇതിൻ്റെ രണ്ട് സൈഡിൽ നമ്മൾ 2-in-1 ബോട്ടിലാട്ടാണെന്ന് പറയാം. ഒരു ബോട്ടിൽ തന്നെ 2 ടൈപ്പ് ആർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു ബോട്ടിലാണ് ഫെയറിയുടെ. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ നമ്മളിതാ പൂക്കളത്തിൻ്റെ ഡിസൈൻ ഞാനിങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. സെയിം സൈസിലുള്ളൊരു പേപ്പർ തന്നെ പ്ലെയിൻ ആയിട്ടൊന്നും വരയ്ക്കാത്തതും കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഡിഷ് വാഷിൻ്റെ രണ്ട് സൈഡിലും ഡിഷ് വാഷ് ബോട്ടിലിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എനിക്ക് പറ്റുന്ന ഒരു ഡിസൈൻ വരച്ചെടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ സൈഡിൽ നമുക്ക് ഒന്നും വരയ്ക്കാതെയുള്ള ആ പ്ലെയിൻ ആയിട്ടുള്ള പേപ്പർ ഉണ്ടല്ലോ, അതും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ വൈറ്റ് ഗ്ലൂ വെച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ അത് ഒട്ടിക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ 2 പേപ്പർ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സൈഡിൽ പ്ലെയിൻ ആയിട്ടുള്ള ആ പേപ്പർ ഒട്ടിച്ച സൈഡിൽ നമ്മളിതുപോലെ പ്രിൻ്റ് എടുത്തിട്ടുള്ളത് ഒട്ടിക്കുകയാണ്. അതിന് മുമ്പ് ഞാൻ ബോട്ടിൽ നമുക്ക് ഈ വൈറ്റ് കളറിൽ തന്നെ ആക്കാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ അതിന് ബ്ലാക്ക് കളറ് കൊടുക്കുകയാണ്. പക്ഷേ എനിക്ക് ഇത് ആർട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ തോന്നി എല്ലാം സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞ് അവസാനം പെയിൻറ്റ് ചെയ്താൽ മതിയെന്ന്. കാരണം പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊക്കെ ഒട്ടിക്കാനും പിടിക്കാനൊക്കെ നിൽക്കുമ്പോൾ ആ പെയിൻറ്റൊക്കെ പോവാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് പെയിൻറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഞാൻ ആ പ്രിൻ്റ് എടുത്തതെന്ന് പറഞ്ഞില്ലേ, അതിൽ നിന്ന് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഇത്തിരി കൂടി വലിയ ബോട്ടിലായിരുന്നെങ്കിൽ കുറച്ചും കൂടി രസമായിരുന്നു. നമുക്ക് അതുപോലെ ഷേപ്പ് ഇങ്ങനെ റൗണ്ടൊക്കെ ആയിട്ടുള്ളതാണെങ്കിൽ നല്ല രസമായിരുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ ഇതേ കിട്ടിയിരുന്നുള്ളൂ. വേറൊരു ബോട്ടിലുണ്ടായി. ഒക്കെ ഇവിടെ ചെറിയ ബോട്ടിൽസാണ്. ഇവിടെ ഇങ്ങനെ മറ്റേ ഗ്ലാസ് ബോട്ടിൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മോഡലിൽ നമുക്കത് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പൂക്കളിടാൻ പോകുന്നത് ഡ്രൈ കോക്കനട്ട് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. പിന്നെ ഈ നമ്മളിപ്പോൾ ഒട്ടിച്ചുണ്ടല്ലോ അതിൻ്റെ സൈഡിലൊക്കെ നമ്മളിപ്പോൾ ഡ്രൈ കോക്കനട്ട് ആക്കാൻ പോവാണ്. അപ്പോൾ ആ സൈഡിൽ ഇടയിലുള്ള ഗ്യാപ്പിലൊക്കെ നമ്മളിതുപോലെ ഗ്ലൂ തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ നമ്മൾ ഡ്രൈ കോക്കനട്ട് അതുമേ ചുമ്മാ അങ്ങനെ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ടൊന്ന് തട്ടിക്കളയാം. ഓക്കെ, അതുപോലെ അപ്പോൾ നമുക്ക് എല്ലാ അതിൻ്റെ ഗ്യാപ്പുകളിലൊക്കെ ഇതുപോലെ ഞാൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ഒരു പരീക്ഷണമാണ്. ഞാൻ നമ്മുടെ ഫ്ലേവേഴ്സ് ഓഫ് ശ്രുതീസ് വേൾഡ് നമ്മുടെ ഫസ്റ്റ് ചാനലിൽ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ അത്ര വലിയ പുലിയൊന്നുമല്ല. ഞാനിപ്പോൾ ലോക്ക്ഡൗൺ സമയത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ നമ്മുടെ ഈ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ. അപ്പോൾ ഞാൻ ചെയ്ത് പഠിക്കുക തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ചെയ്ത് പഠിക്കുന്നത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പൂക്കളിടാൻ പോവാണ് കേട്ടോ. മറ്റേ സൈഡിൽ നമ്മൾ ആക്കി കഴിഞ്ഞു. ഇനി പൂക്കളിടാൻ പോവാണ്. അപ്പോൾ പൂക്കളിടാനായിട്ട് നമ്മൾ വരച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരയ്ക്കാം കേട്ടോ. അതിൻ്റെ സെൻറ്ററിൽ ഇപ്പോൾ ഞാൻ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മേലെ ഡ്രൈ കോക്കനട്ട് ഇട്ട് കൊടുക്കുക, തട്ടിക്കളയുക. അപ്പോൾ ഇതന്നെ റിപ്പീറ്റ് ചെയ്യുക. ഗ്ലൂ അപ്ലൈ ചെയ്യുക, ഡ്രൈ കോക്കനട്ട് ഇട്ട് കൊടുക്കുക, ഒന്ന് ജസ്റ്റ് തട്ടിക്കളയുക. ഓക്കെ, എല്ലാത്തിലും നമ്മൾ ഡ്രൈ കോക്കനട്ട് തന്നെ ഇടുന്ന കാരണം നമുക്ക് ആകെ കൺഫ്യൂഷനാവും. നമ്മൾ വരച്ച് വെച്ചെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നില്ല എവിടെയാണ് അതിൻ്റെ ബൗണ്ടറിന്ന്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അപ്പോൾ തന്നെ കളർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ ആകെ കൺഫ്യൂഷനാവും. അപ്പോൾ ആ ഡിസൈനൊന്നും അതിൽ കാണാനില്ലല്ലോ. നമുക്ക് എങ്ങനെയും ചെയ്യാം കേട്ടോ. ഡ്രൈ കോക്കനട്ടിൽ നമ്മൾ കളർ മിക്സ് ചെയ്തിട്ട് ഓരോ കളത്തിൽ നമുക്ക് ഓരോ കളർ നിശ്ചയിച്ചിട്ടുണ്ടാവില്ല, ഓരോ കളത്തിൽ അവിടെ അങ്ങനെ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഈ കൺഫ്യൂഷൻ ഒഴിവാക്കാം. പക്ഷേ എനിക്ക് ഇതിനേക്കാളും കൂടുതൽ മറ്റേ തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും, കാരണം ഇത് കളർ മിക്സ് ചെയ്തിട്ടല്ല. അപ്പോൾ മറ്റേക്കൊക്കെ ചിലപ്പോൾ കണ്ടോ അതിൽ പെടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വൈറ്റ് ആക്കി കഴിഞ്ഞിട്ട് അതിൽ കളർ ചെയ്യുന്നതാണ് കൂടുതൽ സേഫ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊന്നല്ല അവസാനം വരുന്നത്. ഇതിങ്ങനെ ചെയ്ത് നോക്കുന്നതാണ് ഭംഗി വരുന്നുണ്ടോ എന്നുള്ളത്. ഞാൻ വീണ്ടും പഴയ മോഡലിൽ തന്നെ വൈറ്റ് ഇട്ടതിന് ശേഷം അതുമേ കളർ ചെയ്ത് കൊടുക്കാൻ തന്നെയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. വലിയ ഷേപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. ആ സെൻറ്ററിലെ പോർഷനിലൊക്കെ ആയിരുന്നു കുറച്ച് ബുദ്ധിമുട്ട്. നെക്സ്റ്റ് കൊടുക്കാൻ പോകുന്നത് റെഡ് കളറാണ് കേട്ടോ. റെഡ് കളറാണെങ്കിലും അതിൽ പെയിൻറ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് ക്രിംസൺ 04 എന്നാണ്. അപ്പോൾ ആ കളർ നമ്മൾ നെക്സ്റ്റ് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ റെഡ് കളർ നമ്മൾ എല്ലായിടത്തും കൊടുത്തു കഴിഞ്ഞു. ഇനി ആ ഗ്രീനും വൈറ്റും കൂടി ജോയിൻ ചെയ്യുന്നിടത്ത് ചുമ്മാ ഒന്ന് ബ്ലാക്ക് കൊണ്ട് ഒരു ഔട്ട്ലൈൻ പോലെ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മുമ്പ് കൊടുത്തിരുന്ന ഗ്രീൻ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഗ്രീൻ എന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഫെവിക്രിലിൻ്റെ ലൈറ്റ് ഗ്രീൻ ആണ്. അപ്പോൾ ഞാനത് മാറ്റി
സാപ്പ് ഗ്രീൻ ആക്കി കൊടുക്കുകയാണ് കേട്ടോ. കാരണം ആ ഗ്രീനിനൊരു നാച്ചുറാലിറ്റി ഇല്ലാത്തവണ്ണം നമ്മൾ മാവിലൊക്കെ പൊടിച്ചിട്ടാണ് സാധാരണ പൂക്കളത്തിൽ ഗ്രീൻ കളർ കൊടുക്കാറ്. അപ്പോൾ ആ കളറിനോട് മാച്ച് ആവുന്നത് ഈ ഗ്രീനാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കളർ ചെയ്ത് മാറ്റി കൊടുക്കുകയാണ് കളറ്. ഇനി നെക്സ്റ്റ് ബാക്കിയുള്ള പോർഷൻ, ഇനി ഒരു കളം കൂടിയാണ് ബാക്കിയുള്ളത്. ഇപ്പോൾ കണ്ടോ, ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ബോട്ടിലിന് ബ്ലാക്ക് കളർ ചെയ്തിരുന്നതൊക്കെ കുറച്ചൊക്കെ പോയി തുടങ്ങി അവിടെ ഇവിടെയൊക്കെ. അതാണ് ഞാൻ പറഞ്ഞത് വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കളർ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഓറഞ്ചാണ് കേട്ടോ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് ഓറഞ്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ വൈറ്റ് കോക്കനട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിരുന്നു, വൈറ്റ് കളറായിട്ടിരിക്കണം. അത് നമുക്ക് വേണമെങ്കിൽ ഞാൻ യെല്ലോ കൊടുത്ത് നോക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് അപ്പുറത്തെ സൈഡിൽ തോന്നിയത് ഓറഞ്ച് റെഡും കൂടിയായിട്ട് ആകെ ഇരുണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇതുപോലെ വൈറ്റ് കൊടുത്തു. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി ഒരു ബ്രൈറ്റ്നെസ് ഉണ്ട്. ഈ സൈഡിൽ ഇതുപോലെ യെല്ലോ ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വീണ്ടും മാറ്റുന്നുണ്ട് കേട്ടോ. എനിക്ക് പറഞ്ഞാൽ ഇങ്ങനെ മതിയായിരുന്നു പൂക്കളം, എനിക്ക് തോന്നുന്നു. കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. പക്ഷെ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് കടലപ്പരിപ്പ് ഉണ്ടല്ലോ, കടലപ്പരിപ്പ് അതിൻ്റെ ചുറ്റും ഒരു ബോർഡർ പോലെ ഇങ്ങനെ കൊടുക്കുകയാണ്. ചെയ്ത് നോക്കിയതാണ്, പക്ഷേ എനിക്കിപ്പോൾ ഇത് കാണുമ്പോൾ തോന്നുന്നു ഇതായിരുന്നു കൂടുതൽ ഭംഗിയെന്ന്. ഒരു പൂക്കളത്തിൻ്റെ ഫീല് ഇതായിരുന്നു. പക്ഷേ ചുറ്റും മറ്റേ കടലപ്പരിപ്പ് ഒട്ടിച്ച് വന്നപ്പോൾ ആ ഒരു പൂക്കളത്തിൻ്റെ ഫീലിൽ നിന്ന് മാറിപ്പോയി. എന്തായാലും ഞാൻ ചെയ്തത് കാണിച്ചു തരാം. ഇതുപോലെ ചുറ്റും കടലപ്പരിപ്പ് ഒട്ടിച്ചു കൊടുത്തു. അതിനുശേഷം അതിന് ഒന്ന് ആ കളർ തന്നെ മതി, അല്ലെങ്കിൽ നമുക്കിതുപോലെ യെല്ലോ കളറ് ചെയ്ത് കൊടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള കളർ കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ബോട്ടിലിൻ്റെ ഞാൻ പറഞ്ഞല്ലോ വർക്കൊക്കെ ചെയ്ത് വന്നപ്പോൾ അവിടെ ഇവിടെയൊക്കെ പെയിൻറ്റ് പോയി തുടങ്ങി. അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഞാൻ ഇതിൽ ഫിനിഷാക്കുന്ന വെച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ ചെയ്തത്. പക്ഷേ ഇതിൽ ഞാൻ ഫിനിഷാക്കിയില്ല, ഞാനിങ്ങനെ ചെയ്ത് പോയിക്കൊണ്ടിരുന്നു. ഇതൊക്കെ മതിയായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോൾ ഇത് ഞാൻ ഡബ് ചെയ്യുമ്പോൾ കാണുമ്പോൾ തോന്നുന്നു ഇതൊക്കെയായിരുന്നു നല്ലത്. ഇനി എനിക്ക് യെല്ലോയിൽ നമ്മുടെ പ്രിൻ്റ് എടുത്ത ആ പിക്ചേഴ്സ് ഒരു ഡിമ്മായിട്ടിരിക്കുന്ന പോലെ തോന്നി. അപ്പോൾ റെഡ് കൊടുത്തു നോക്കി, റെഡിൽ കുറച്ചും കൂടി ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഫുൾ ഇതുപോലെ റെഡാക്കി കൊടുത്തു. ബ്ലാക്കും റെഡ് ആകുമ്പോൾ നല്ല കോമ്പിനേഷനല്ലേ. അപ്പോൾ അതിൻ്റെ സൈഡിലൊരു ചെറിയ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ബോട്ടിൽ ഉള്ളതാണ്, അതുമ്പോൾ ഞാൻ വെറുതെ റെഡ് കൊടുത്തു നോക്കി. അങ്ങനെ ഞാൻ പലതും ചെയ്ത് അവസാനം എന്താ പറയുക, ഫസ്റ്റത്തെ ലുക്ക് തന്നെയായിരുന്നു നല്ലതെന്ന് എനിക്ക് തോന്നി. പക്ഷെ ചെയ്ത് പോയല്ലോ, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെയും ഞാൻ നിർത്തിയില്ല, പിന്നെയും ബഡ്സ് എടുത്തിട്ട് ഇതുപോലെ ഡോട്ട് ഇട്ട് കൊടുത്തു നോക്കി. ആക്ച്വലി ഞാൻ ചെയ്ത് പഠിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാവും എന്നുള്ളത്. പക്ഷേ നമുക്ക് എന്താ പറയുക, കളർ മാറ്റുന്ന പോലെയല്ലല്ലോ. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇപ്പോഴാണ് നോക്കുമ്പോൾ തോന്നുന്നത് ഫസ്റ്റത്തെ ആയിരുന്നു ബെറ്റർ എന്ന്. പക്ഷെ പിന്നെ നമ്മളതൊന്നും ഇളക്കി കളയാൻ നിന്നില്ല, അതങ്ങനെ കിടന്നോട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ത്രെഡൊക്കെ ചുറ്റി കൊടുത്തു. അതിൻ്റെ താഴെ ഒരു ഓറഞ്ച് പെയിൻറ്റ് അടിച്ചു കൊടുത്തു. പിന്നെ കടലപ്പരിപ്പ് അവിടെ ഇവിടെയൊക്കെ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഇതിന് ഓറഞ്ച് കളർ അടിച്ചിട്ട് അതിൻ്റെ അറ്റത്ത് ഇതുപോലെ ബോർഡർ പോലെ കടലപ്പരിപ്പ് ഒട്ടിച്ചു കൊടുത്തു. അങ്ങനെ ചെയ്ത് ഞാൻ നോക്കുകയാണ് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ ഫിനിഷാക്കി ഈ ലുക്കിൽ. ഇപ്പോൾ എങ്ങനെയുണ്ട്? അപ്പോൾ ആ കടലപ്പരിപ്പ് ഒഴിവാക്കുമായിരുന്നു എന്ന് നിങ്ങൾക്കും തോന്നുന്നുണ്ടാവും, എനിക്കും തോന്നി. പക്ഷെ നമ്മൾ ഒട്ടിച്ചില്ലേ, പിന്നെ അത് അവിടെ കിടന്നോട്ടെ എന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ ഓണപ്പൂക്കളം ഇതാ റെഡിയായി. അപ്പോൾ ഓണത്തിരക്കുകളുടെ ഇടയിൽ ചെയ്ത ഒരു പോട്ടിലാട്ടം ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു സേഫ് ആയിട്ടുള്ള ഓണം ആശംസിക്കുന്നു. എല്ലാവരും ഓണമാണെങ്കിലും കൊറോണ ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിൽ വെച്ച് ഓണം ആഘോഷിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളോട് ബായ് പറഞ്ഞു പോകുന്നു. നിങ്ങളുടെ സ്വന്തം ശ്രുതി മകേഷ്.